നമസ്കാരം. വീക്കെൻഡിന്റെ ഈ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീക്കെൻഡ് ഈ ആഴ്ച പരാമർശിക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ അതിജീവന പോരാട്ടത്തെക്കുറിച്ചാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഇരുൾ പടർത്താൻ ഒരുങ്ങുന്ന ആണവ നിലയത്തിനെതിരെ ജനാധിപത്യപരമായ സമരമാർഗത്തിലൂടെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുക വഴി കന്യാകുമാരിക്കടുത്തുള്ള കൂടംകുളം ലോകത്തിൻ്റെ കണ്ണിൽ വെളിച്ചം പകരുന്നു. കടുത്ത മാധ്യമ അവഗണനയ്ക്കിടയിലും ഇവിടുത്തെ അടിസ്ഥാനവർഗം പ്രക്ഷോഭവുമായി സധൈര്യം മുന്നോട്ടു പോകുന്നു. കണ്ണുള്ളവർ കാണുക കൂടംകുളത്തെ കാഴ്ചകൾ. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇന്ത്യയുടെ ആണവ വിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്ന ഇടമായി കന്യാകുമാരിക്കടുത്ത് കൂടംകുളമെന്ന തീരഗ്രാമം മാറുകയാണ്. സ്വന്തം ജീവിതത്തെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉയരുന്ന കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ കഴിഞ്ഞ 20 വർഷമായി ഈ ഗ്രാമം തീക്ഷ്ണമായ സമരത്തിൻ്റെ പാതയിലാണ്. ഈ വർഷം സെപ്റ്റംബർ 11-ന് 127 പേർ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പതിനായിരങ്ങളാണ് ഇടിന്തകരയിലേക്കും കൂടംകുളത്തേക്കും ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ കൂടംകുളത്ത് കഴിഞ്ഞ ഒരു മാസമായി ഏതാണ്ട് 25,000-ഓളം ആളുകൾ ഒരു വളരെ സമാധാനപരമായ രീതിയിലൊരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന 2 റഷ്യൻ നിർമ്മിത ആണവ റിയാക്ടറുകൾ ഏതാണ്ട് പണി പൂർത്തിയായി ഒരു അവസരത്തിലാണ്. അത് ഏതാണ്ട് കമ്മീഷൻ ചെയ്യാനുള്ള പദ്ധതികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു സമരം ജനങ്ങൾ നടത്തുന്നത്. ജപ്പാനിലെ ഫുക്കുഷിമയിൽ നടന്ന അപകടത്തെ തുടർന്ന് ജനങ്ങളുണ്ടായിരിക്കുന്ന ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് സമരം ഇത്രയധികം വ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ളത്. 3 മൈൽ ഐലൻഡും ചെർണോബിലും ഫുക്കുഷിമയും സൃഷ്ടിച്ച ദുരന്തങ്ങളുടെ വ്യാപ്തി മനുഷ്യ സങ്കല്പത്തിനും അതീതമായിരുന്നു. 1986-ലെ ചെർണോബിൽ ആണവ വിസ്ഫോടനത്തിന് ശേഷം 145 ലക്ഷത്തോളം ജനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് മരിച്ചു. ജപ്പാനിലെ ഫുക്കുഷിമയിലും ആവർത്തിക്കപ്പെടാൻ പോകുന്നത് മറ്റൊന്നല്ല. കഴിഞ്ഞ മാർച്ച് 11-നുണ്ടായ പൊട്ടിത്തെറിയുടെ ദുരിതഫലം ടോക്കിയോ നഗരത്തിലേക്കും പസഫിക് സമുദ്രത്തിനപ്പുറമുള്ള രാജ്യങ്ങളിലേക്കും വരെ വ്യാപിച്ചു. ഇപ്പോഴും വികിരണം തുടരുകയാണ്. ചെർണോബിൽ അപകടം നടക്കുമ്പോൾ അല്ലെങ്കിൽ 3 മൈൽ ഐലൻഡ് സംഭവം നടക്കുമ്പോൾ വിഷ്വൽ മീഡിയ ഇത്രയധികം വ്യാപകമായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അന്ന് ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ അല്ലെങ്കിൽ ആളുകളെ വിഡ്ഢിയാക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഫുക്കുഷിമ നടന്നപ്പോൾ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമായി എന്നുള്ളതാണ്. ആണവ നിലയങ്ങൾ അണുബോംബുകളെ പൊട്ടിത്തെറിക്കില്ല എന്ന് നമ്മുടെ തന്നെ പി.കെ. അയ്യങ്കാരെ പോലുള്ള ആണവ ശാസ്ത്രജ്ഞന്മാർ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫുക്കുഷിമയിൽ പ്ലാന്റുകൾ നമ്മുടെ മുന്നിൽ വെച്ച് ശരിക്കും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടുന്നത് നമ്മളെല്ലാവരും ടി വിയിൽ കണ്ട കാര്യമാണ്. ഇന്തോ അമേരിക്കൻ ആണവ കരാർ ഇന്ത്യയിലെ ആണവ പാർക്കുകളുടെ നിര തന്നെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ആണവ കരാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇടത് പാർട്ടികൾ പോലും കൂടംകുളത്തെത്തുമ്പോൾ കുറ്റകരമായ മൗനം തുടരുന്നു. ഇന്ത്യയുടെ മൊത്തം ഊർജോൽപാദനത്തിൽ കേവലം 3 മുതൽ 4% വരെ വൈദ്യുതി മാത്രമാണ് ആണവ നിലയങ്ങൾ വഴി ലഭ്യമാകുന്നത്. എന്നാൽ കാറ്റാടി യന്ത്രങ്ങളുടെ സംഭാവന 7% സർക്കാർ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. ഇതിന് വേണ്ടിവരുന്ന ചിലവാകട്ടെ ആണവ നിലയം സ്ഥാപിക്കുന്നതിനേക്കാൾ വളരെ വളരെ കുറഞ്ഞതും. എന്നിട്ടും ജീവന്റെ തുടിപ്പിന്
വിനാശം വരുത്തുന്ന ആണവ നിലയങ്ങൾക്ക് പിറകെ ഭരണകൂടം പായുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഇവർക്ക് ആരോടാണ് വിധേയത്വം? കേന്ദ്ര ഗവൺമെൻറ്, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ ഇത് അവിടെ വരണം എന്നുള്ള ഒരു ശാഠ്യം എവിടെയോ ഒന്ന് നിലനിൽക്കും. എന്തുകൊണ്ടാണ് ഈ ശാഠ്യം പിടിക്കുന്നത്? ഇത് വരികയാണെങ്കിൽ മൻമോഹൻ സിംഗും ഇവിടുത്തെ പ്രസിഡൻറ്റും പറയുമോ എന്തെങ്കിലും ദുരന്തമുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഞങ്ങൾ തയ്യാറായിക്കൊള്ളാം, ഞങ്ങൾ വിധേയമായിക്കൊള്ളാമെന്ന് മൻമോഹൻ സിംഗും പ്രസിഡൻറ്റും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എഴുതി ഒപ്പുവെക്കാനായിട്ട് തയ്യാറാണോ? ഈ ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഒരിക്കലും ഒരു ദുരന്തം എല്ലാം സേഫാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് സുരേന്ദ്ര ഗഡേക്കർ പോലെയുള്ള അമേരിക്കയിൽ PhD കഴിഞ്ഞ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പഠിപ്പിച്ച അധ്യാപകനാണ് സുരേന്ദ്ര ഗഡേക്കർ. അദ്ദേഹം 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായി. ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ്, ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ ബാക്കി എല്ലാ രാജ്യങ്ങളും തള്ളിക്കളയുന്ന സാങ്കേതികവിദ്യ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ജനത്തിൻ്റെ മേൽ തന്നെ പരീക്ഷണം നടത്തണോ? ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ഓരോ ദുരന്തത്തിന് ശേഷം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഇന്ന സാങ്കേതിക വിദ്യയുടെ തകരാറാണ്, മറ്റേ ഇതിൻ്റെ കുഴപ്പമായിരുന്നു. ദുരന്തം ഉണ്ടായതിനു ശേഷം ശാസ്ത്രജ്ഞന്മാർക്ക് അവർക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളും അവർക്ക് ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ നഷ്ടം വന്ന ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ന്യായീകരണം പറയാൻ ഇവിടെ ആരുമില്ല. കൂടംകുളം ജനാധിപത്യപരമായ സമരത്തിൻ്റെ അടയാളമാവുകയാണ്. ദൈനംദിന സമരത്തിന് ഐക്യപ്പെടാൻ 10,000ങ്ങൾ ഇങ്ങോട്ടെത്തുന്നു. ജീവന്റെ നിലനിൽപ്പിന് മുൻപിൽ ജാതിയും മതവും രാഷ്ട്രീയ നിലപാടുകളും മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാകണം ആണവ നിലയത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പോലും ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞത്. ഫുക്കുഷിമ കഴിഞ്ഞ സമയത്ത് പോലും അവിടെ ഈ ഇത്രയും ഒരു വലിയൊരു ഇതിനെതിരെയുള്ള ഒരു വലിയൊരു വികാരം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഒരു മോക്ക് ഡ്രില്ല് നടന്നു. ഒരു ആണവ നിലയം വരികയും ആണവ നിലയത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ അവിടെ പ്രതികരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവിടെ ഒരു മോക്ക് ഡ്രില്ല് നടത്തിയപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഭീകരാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. அவங்க முதல் சொன்னாங்க 1 மணி அடிச்சோடனே எல்லாரும் கட்சி போச்சு மூக்கெல்லாம் பொத்திடும் வாயெல்லாம் பொத்தி அடிச்சாங்க. திருப்பி அடிச்சோடனே வீட்டுக்குள்ளே கூட்டிகிட்டு போய் உட்காந்துடணும் அப்படிங்கிறாங்க. 3வது மணி அடிச்சோடனே எல்லாரும் ஊரை விட்டு வெளியே வந்துடுறாங்க. இப்போ நாங்கள் என்ன சொன்னோம்னா 1 மணி அடிச்சோடனே அணுசரத்தை போட்டுரு, 2வது மணி அடிச்சோடனே அணுசரத்தில் கேட்ட போட்டுங்க, 3வது மணி அடிச்சோடனே அணுசரத்தில் உள்ளவங்களாம் ரஷ்யாவுக்கு ஓடிடணும். இந்த ஊரில் யாராவது இருந்தால் நாங்கள் போய் போராட்டம் பண்ணுவோம். ഇന്ത്യയിൽ ആണവ നിലയങ്ങൾക്ക് കുടപിടിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഊർജോൽപാദനത്തിൽ നമുക്ക് ഇതല്ലാതെ മറ്റു ബദലുകളില്ലെന്ന്. ആ വാക്കുകൾ നെഞ്ചിലേക്ക് ചേർത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കൂടംകുളത്തേക്ക് വരിക. കന്യാകുമാരിയുടെ തീരത്തു നിന്നും ആരംഭിക്കുന്ന കാറ്റാടിപ്പാടങ്ങളിൽ നിന്നുള്ള വൈദ്യുതി കൊണ്ടാണ് കൂടംകുളം ആണവ നിലയത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. തമിഴ്നാട്ടിൽ മൊത്തം ഊർജോൽപാദനത്തിൻ്റെ 5% കാറ്റാടിപ്പാടങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ സാധ്യത പ്രയോജനപ്പെടുത്താൻ ഭരണാധികാരികൾ തയ്യാറാകാത്തത്? 1969 താരാപൂർ നിലയം ആരംഭിച്ചത് തൊട്ട് ഈ കാലയളവ് വരെ മൊത്തത്തിൽ അവരുടേതായ സംഭാവനയുള്ളൂ. അതേസമയം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇത് നടത്തുന്നത് നിങ്ങൾ കൂടംകുളത്തേക്കൊന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടംകുളത്തേക്കുള്ള ടൗൺഷിപ്പിലേക്കും കൂടംകുളം ആണവ നിലയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന മുഴുവൻ വൈദ്യുതി നിൽക്കുന്നത് അതിന് ചുറ്റുമുള്ള 1000-ലധികം വരുന്ന കാറ്റാടി യന്ത്രങ്ങളാണ്. ഈ കാറ്റാടി യന്ത്രങ്ങൾ എന്നുള്ള വിൻഡ് എനർജി എന്നുള്ള ഇന്ത്യയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 7%. അതേസമയം വിൻഡ് എനർജിക്ക് വേണ്ടി നീക്കിയിരിക്കുന്ന അതിൻ്റെ ഗവേഷണത്തിനും മറ്റുമായിട്ട് നിൽക്കുന്ന തുക എത്ര? വളരെ നാമമാത്രമുള്ള തുകയാണ്. സുനാമി സാധ്യതാ പ്രദേശത്താണ് നിലവിൽ നിലയത്തിന്റെ നിർമ്മാണം നടക്കുന്നത് എന്ന് സർക്കാരിന്റെ പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വോൾക്കാനിക് റോക്ക് എക്സ്ട്രൂഷൻ അഥവാ ഭൂമിക്കടിയിൽ പാറയൊരുകുന്ന പ്രതിഭാസമുള്ള മേഖലയിൽ ഉൾപ്പെടുന്ന ഇടമാണ് കൂടംകുളം. മാന്നാർ ഉൾക്കടലിൽ ഈ പ്രതിഭാസമുണ്ടായ പ്രദേശങ്ങൾ ഉണ്ട്. 1998-2001 കാലയളവിൽ നിലയകേന്ദ്രത്തിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിലും ഇത്തരത്തിൽ സംഭവിച്ചതായി 9ഓളം ശാസ്ത്ര ജേണലുകളിൽ സൂചിപ്പിക്കുന്നു. കൂടാതെ ഭൂചലന സാധ്യതയുള്ള മേഖലകളിൽ നിലയം സ്ഥാപിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തെ പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. നിലയം കമ്മീഷൻ ചെയ്താൽ വരാനിരിക്കുന്ന മഹാദുരന്തങ്ങൾക്ക് നമ്മളും മൂകസാക്ഷിയാകേണ്ടി വരും. And recently in 2011 May there was March 11 there was a accident, nuclear accident in Fukushima due to tsunami, and that triggered a panic among the entire world, especially in Kudangalam region also. So people had experienced what would happen if there is an accident or if there is a calamity because of a nuclear power plant. So if there is any nuclear shutdown or if there is any nuclear disaster due to earthquake, what will happen? It was the area experience of the people. So
So people realized the impact heavily, and they were very much threatened the way in which that was portrayed in the media about the Fukushima incident. ചെർണോബിൽ ആണവ ദുരന്തത്തിന് ശേഷം 20,000 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ദുരന്തത്തിന് 25 വയസ്സ് കഴിഞ്ഞിട്ടും ചെർണോബിലും പരിസര നഗരങ്ങളും പ്രേതനഗരമായി തുടരുകയാണ്. 400 വർഷത്തേക്ക് ഇവിടെ ജീവൻ മുളപൊട്ടില്ല. വികിരണ തോത് വർദ്ധിത വീര്യത്തോടെ തുടരുകയാണ്. പക്ഷേ റേഡിയേഷൻ്റെ കാര്യത്തിൽ വികിരണത്തിൻ്റെ കാര്യങ്ങളിൽ നമുക്കറിയാം അത് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ്. ഇത് വളരെ കുറഞ്ഞ കാലത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത്രയധികം ദീർഘമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തലമുറകളെ തന്നെ ബാധിക്കുന്ന ഒരു വളരെ അപകടകരമായ രീതിയിൽ ജനിതക മാറ്റങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ശാസ്ത്രജ്ഞരുടെ പഠനം നമുക്കും ചില സൂചനകളാണ് നൽകുന്നത്. കൂടംകുളം നിലയത്തിൽ ആണവ ദുരന്തമുണ്ടായാൽ അതിൻ്റെ വ്യാപ്തി എത്ര ഭീമമാകുമെന്ന് ചെർണോബിലും ഫുക്കുഷിമയും നമുക്ക് കാട്ടിത്തരുന്നു. കൂടംകുളത്തു നിന്നും ആകാശമാർഗം കൊച്ചിയിലേക്കുള്ള ദൂരം 250 കിലോമീറ്ററാണ്. ആണവ വികിരണമുണ്ടായാൽ കൊച്ചി വരെയുള്ള നഗരങ്ങളെ അണുവികിരണം ബാധിക്കുമെന്നുറപ്പ്. തൃശൂർ ജില്ലയിലെ അതിരപ്പിള്ളി മലക്കപ്പാറയും തമിഴ്നാട്ടിലെ ദിണ്ടിഗലും കൊളംബോയിലെ ജാഫ്നയും ഈ 250 കിലോമീറ്റർ സർക്കിളിലെ അവസാന പ്രദേശങ്ങളാണ്. ഒരുപക്ഷെ അതിനപ്പുറത്തേക്കും ദുരന്തം വ്യാപിച്ചേക്കാം. 30 കിലോമീറ്റർ நான் இது வெடிச்சிச்சுன்னா இந்தியா தென் தமிழகமே காலியாகிடும். ஸ்லோன்னு தென் முனை காலியாகும். கேரளா முறையிலிருந்து இங்கே நம்ம அது രാമേശ്വരം വരെ കാലിയാകും. ഈ സമരം മറ്റെല്ലാ ആണവ നിലയങ്ങൾക്ക് ലോകമെമ്പാടും നടക്കുന്ന സമരങ്ങൾക്ക് ഒരു ഊർജ്ജം കൊടുക്കുന്നൊരു സമരമാണ്. ഒന്ന്, അടിസ്ഥാന വർഗം നടക്കുന്ന സമരം. 2, ഈ 25,000 പേരിൽ അവിടെ വരുന്ന ആൾക്കാരിൽ ഏതൊരാളോടും അവിടെ നമ്മളൊരു ക്യാമറ കൊണ്ടുവച്ചിട്ട് അവിടെ വരുന്ന ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഈ ആണവ നിലയത്തിന് എന്തുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യുന്നു എന്ന് നമ്മൾ സംസാരിക്കാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 20-25 മിനിറ്റ് ഏതൊരാൾക്കും സംസാരിക്കാനുണ്ടാവും. അവരത്രമാത്രം അതിൽ ആഴത്തിൽ ഒരു കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കോമൺ സെൻസിനോട് കോമൺ എന്ന് നമ്മൾ പറഞ്ഞിട്ട് സാധാരണ ബുദ്ധി സാധാരണമല്ല എന്നുള്ളത്. ഒരു ഓരോ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം കോമൺ സെൻസ് ആയിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധാരണ ബുദ്ധിയിൽ പടുത്തുയർത്തിയായിരിക്കണം ഓരോ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ സാധാരണ ബുദ്ധി ഇല്ലാതെ പോകുന്നത്. ശാസ്ത്രം അറിയില്ല എന്ന് നമ്മൾ പറയുന്ന സാധാരണക്കാരനിലുള്ള ശാസ്ത്രീയത അത് ഓരോ മനുഷ്യരിലും അത്രമാത്രം ശക്തമാണ്. കൂടംകുളം ആണവ നിലയത്തിനെതിരായ സമരം മലയാളികളുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് കൂടംകുളത്തെ സമരപ്പന്തലിൽ നിന്നും ഉയരുന്ന മുദ്രാവാക്യങ്ങൾക്ക് കരുത്തു പകരാൻ മലയാളത്തിൻ്റെ മൊഴിയും അനിവാര്യമാണ്. ഇവിടുത്തെ പാവങ്ങളായ കർഷകരും മത്സ്യത്തൊഴിലാളികളും നടത്തുന്നത് അതിജീവനത്തിൻ്റെ സമരമാണ്. കോർപ്പറേറ്റുകളിൽ നിന്നും പണം പറ്റി മാധ്യമ ബോഷ്കിൽ നിറഞ്ഞാടുന്ന സ്വയം പ്രഖ്യാപിത സമര നേതാക്കൾ ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞ ലൂയി 14 ചമയുമ്പോൾ കൂടംകുളം അതിന് അപവാദമാണ്. കാരണം ഇവിടെയുള്ള സമരത്തിന് എയർ കണ്ടീഷനിങ് പന്തലിൻ്റെ സുഖശീതളിമയില്ല. വിയർപ്പിൻ്റെ ഗന്ധവും പച്ചമണ്ണിൻ്റെ പശിമയുമാണ് ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്നത്. 127 പേർ തുടർച്ചയായി നിരാഹാരം അനുഷ്ഠിക്കുമ്പോഴും 10,000 റിലേ നിരാഹാരം തുടരുമ്പോഴും ആദ്യഘട്ടത്തിൽ ഒരു മുഖ്യധാരാ മാധ്യമവും കൂടംകുളത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ലോകരാജ്യങ്ങൾ ആണവ നിലയങ്ങളെ നിരുപാധികം നിരുത്സാഹപ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് ഇന്ത്യൻ ഭരണാധികാരികളുടെ നിലപാട്. അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആണവ നിലയങ്ങൾ ഒന്നൊന്നായി അടച്ചുപൂട്ടി സുസ്ഥിരമായ ബദലുകൾ തേടുകയാണ്.
ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ ആണവ നിലയങ്ങളുടെ തിരുശേഷിപ്പ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ഭരണാധികാരികൾ വെമ്പുന്നത്. എന്താണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്? സർക്കാർ നടത്തുന്നൊരു പബ്ലിക് റിലേഷൻ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഒരു മുൻ അംബാസഡറായിട്ടുള്ള മിസ്റ്റർ ശ്രീനിവാസൻ അദ്ദേഹം പത്രത്തിലൊരു ലേഖനം എഴുതുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ആണവോർജ്ജം ഒരു ദീർഘദൂര പദ്ധതിയായിട്ട് പരിഗണിക്കാതെ വളരെ ഒരു ഹ്രസ്വകാല പദ്ധതി എന്ന നിലയിൽ അതിനെ കാണുകയും നമുക്ക് ആണവ നിലയങ്ങൾ തൽക്കാലം കൂടംകുളം അല്ലെങ്കിൽ ഈ പറയുന്ന പദ്ധതികൾ നമ്മളുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇത് വളരെ ബാലിശവും അതുവരെ വളരെ തന്ത്രപരവുമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയും. കാരണം ആണവ നിലയങ്ങളുടെ ഒരു 50 കൊല്ലത്തിന് ശേഷം പൂർണ്ണമായിട്ടും ഭൂമുഖത്ത് ഇല്ലാതാവുമെന്ന് ആണവ നിലയങ്ങളുടെ അല്ലെങ്കിൽ ഈ സാങ്കേതികവിദ്യയിൽ വളരെ ശക്തമായ പ്രക്ഷോഭം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കാലയളവിനുള്ളിൽ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് വേണ്ടി അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആണവ സാങ്കേതികവിദ്യ നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള വളരെ പച്ചയായ രീതിയിലുള്ള ഒരു സമീപനമാണത്. ആണവ നിലയങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രോ ന്യൂക്ലിയർ ആയിട്ടുള്ള ശ്രീനിവാസന് തന്നെ അറിയാം ഇത് മുന്നോട്ട് പോകില്ലെന്ന്. 86-ന് ശേഷം ഈ പറയുന്ന ഇവിടെ വരുന്ന ആണവ നിലയം ഇവിടെ കൊണ്ടുവരുന്നത് അതിൻ്റെ സാങ്കേതികവിദ്യ നമുക്ക് തരുന്നത് റഷ്യയാണ്. 86-ന് ശേഷം റഷ്യയിലോ 67-ന് ശേഷം അമേരിക്കയിലോ ഒരു ആണവ നിലയം ഉണ്ടാക്കിയിട്ടില്ല. ലോകത്താദ്യമായി ജർമ്മനിയിലെ ആഞ്ചല മെർക്കൽ ഇനി ഒരിക്കലും ആണവ നിലയങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാവില്ല എന്നും 30-ന് മുമ്പ് ഉള്ള ആണവ നിലയം മുഴുവൻ അടച്ചുപൂട്ടുന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങൾ മുഴുവൻ ആണവ നിലയങ്ങൾ അടച്ചുപൂട്ടുന്നതിനെ സംബന്ധിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യ അവർ പൂട്ടാൻ തീരുമാനിച്ച സമയത്ത് ഇന്ത്യയിൽ ഈ പഴയ സാധന സാമഗ്രികൾ കൊണ്ടുവന്ന ആണവ നിലയങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. ഇത് നിലനിൽപ്പിൻ്റെ സമരമുഖമാണ്. ഒരുപക്ഷെ സന്ധിയില്ലാത്ത സമരസപ്പെടാത്ത പോരാട്ടങ്ങളുടെ അധ്യായങ്ങളിൽ മൂർച്ചയുള്ള ലിപികളാൽ ഇനി കൂടംകുളവും ആലേഖനം ചെയ്യപ്പെട്ടേക്കാം. ഇന്ത്യ ഭരിക്കുന്നവർ ഒന്നോർക്കേണ്ടതുണ്ട്. ആണവലോബികൾ എറിഞ്ഞു തരുന്ന എച്ചിൽ കഷണങ്ങൾക്കായി ഒരു നാടിൻ്റെ സ്വത്വബോധത്തെ അടിയറ വയ്ക്കരുത്. പരമാധികാരത്തെ മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തിക്കെട്ടരുത്. അങ്ങനെ ഉണ്ടായാൽ ചരിത്രം നിങ്ങളെ കുറ്റക്കാരനെന്ന് വിധിക്കും. ലോകമെമ്പാടും നടക്കുന്ന ജനകീയ പോരാട്ടങ്ങൾക്ക് കരുത്തുപകരുന്ന സമരമായി കൂടംകുളം പ്രക്ഷോഭം മാറുകയാണ്. ആണവ നിലയം ഉയർത്തുന്ന ഭീഷണി മലയാളക്കരയിലും വ്യാപിക്കുമെന്നുറപ്പ്. ചെന്തമിഴ് ഉയർത്തിയ പ്രക്ഷോഭക്കൊടി വാനിലുയർത്താനും തമിഴൻ വിളിക്കുന്ന മുദ്രാഗീതങ്ങളിൽ മലയാളത്തിൻ്റെ ശീലൊരുക്കാനും കഴിയേണ്ടത് അനിവാര്യമായിരിക്കുന്നു. കൂടംകുളത്തെ പോരാളികൾക്കും അവർക്ക് മനസ്സുകൊണ്ടെങ്കിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്കും വീക്കെൻഡിൻ്റെ അഭിവാദ്യം. മനസ്സിൻ അതിരിൽ നിന്നു തുടങ്ങിടാ വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? വീക്കെൻഡിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, വീക്കെൻഡ്, കേരള വിഷൻ ന്യൂസ്, പുതുക്കാട് PO, തൃശൂർ. ഫോൺ 80 86 89 70 58. ഇമെയിൽ weekendkvn@gmail.com. പോയ വാരത്തിൻ്റെ കാഴ്ചകളും വിശകലനങ്ങളുമായി വീക്കെൻഡ് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.